വന്യമൃഗങ്ങളുടെ ശല്യം പതിവായ മേഖലയിൽ ഒരു സർക്കാർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ വനമേഖലയ്ക്ക് സമീപമുള്ള വയനാട് കള്ളാടിയിലെ മീനാക്ഷി വിലാസ് ഗവൺമെന്റ് LP സ്കൂളിന് ഒരു ചുറ്റുമതിൽ പോലുമില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ആക്ഷേപം. ലാണ് അട്ടമലയിൽ പ്രവർത്തിച്ചിരുന്ന തമിഴ് മീഡിയം LP സ്കൂൾ കള്ളാടി വനമേഖലയ്ക്ക് സമീപമുള്ള മീനാക്ഷി എസ്റ്റേറ്റിലെ 1 ഏക്കർ ഭൂമിയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ വനമേഖലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്കൂളിന് ചുറ്റും താൽക്കാലികമായി നിർമ്മിച്ച ഒരു വേലി മാത്രമാണ് ഉള്ളത്. ഈ വേലികളാണെങ്കിൽ കാട്ടാനകൾ തകർത്ത നിലയിലും. ചുറ്റുമതിൽ കെട്ടണമെന്നും ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ സ്കൂളിലേക്ക് ഇപ്പോൾ നിലവിലെ കാമ്പൗണ്ട് വാൾ ഒന്നും ഇല്ല. അപ്പോൾ കാമ്പൗണ്ട് വാൾ എന്തായാലും നിർബന്ധമാണ്. സ്കൂളിൻ്റെ സുരക്ഷിതം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചുറ്റുമതിലിന് വേണ്ടിയിട്ട് നമ്മൾ പല സമയങ്ങളിലും പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പോൾ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്ത് മെമ്പർ വഴി നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പിലാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. സ്കൂളിന് ഏകദേശം 1 കിലോമീറ്റർ അകലെ വെച്ചാണ് കഴിഞ്ഞ ആഴ്ച ഒരു സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കളായ 14 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. നിരന്തരം കാട്ടാന ശല്യം നേരിടുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ ഒരു പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.